Hi everyone, once again welcome back to maths class. The last class I have given one homework for you. Did you complete it? ഞാനൊരു ഹോംവർക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അത് നിങ്ങളെല്ലാവരും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചു അല്ലേ? ഇപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന ഹോംവർക്ക് അത് കംപ്ലീറ്റ് ആക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും അത് ഏതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു? 5 അല്ലേ? 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആയിരുന്നു കംപ്ലീറ്റ് ആക്കാൻ തന്നിട്ടുള്ളത്. എങ്ങനെയത് നിങ്ങൾക്ക് മനസ്സിലായത് നോക്കൂ. അതിലെ സ്റ്റാർസുകൾ 1 സർക്കിള്, ഒരു സർക്കിളിൽ 5 സ്റ്റാറുകളുണ്ട് അല്ലേ? അപ്പോൾ ഒരു 5, അപ്പോൾ 1 5, 1 × 5 അല്ലേ? 1 × 5 = 5, ഒരു 5 ചേർന്നാൽ 5. അങ്ങനെ 2 സർക്കിൾസ്, 1 സർക്കിളിൽ 5 സ്റ്റാർസ്, 2 സർക്കിളിൽ അപ്പോൾ 5 + 5 10 അല്ലേ? 5 + 5 = 10. 2 × 5 = 10 അല്ലേ? അതായത് എത്ര ഗ്രൂപ്പ് ഉണ്ട്? 2 ഗ്രൂപ്പാണുള്ളത് അല്ലേ? 2 ഗ്രൂപ്പ് ഉണ്ട്, ഓരോ ഗ്രൂപ്പിലും 5 എണ്ണം വീതം. 2 × 5 = 10. നെക്സ്റ്റ് വൺ, ഹൗ മെനി സർക്കിൾസ് ആർ ഹിയർ? 3 സർക്കിൾസ്, 3 ഗ്രൂപ്പുകളുണ്ട്. ഓരോ ഗ്രൂപ്പിലും 5 എണ്ണം വീതമാണ് അല്ലേ? ഒരു ഗ്രൂപ്പിൽ 5, സെക്കൻഡ് ഗ്രൂപ്പിൽ അല്ലേ? ആൻഡ് തേർഡ് ഗ്രൂപ്പിൽ ആൾസോ 5. അപ്പോൾ 5 + 5 10, 10 + 5 15 അല്ലേ? അപ്പോൾ ഹൗ മെനി ഗ്രൂപ്പ്സ് ആർ ഹിയർ? 3 ഗ്രൂപ്പ്സ് ഓഫ് 5 ഈച്ച് അല്ലേ? ഓരോ ഗ്രൂപ്പിലും 5 എണ്ണം വീതം. 3 × 5 = 15. 3 × 5 = 15. Then 4 groups are here. 4 ഗ്രൂപ്പുകളാണുള്ളത് അല്ലേ? ഓരോ ഗ്രൂപ്പിലും 5 എണ്ണം വീതം. 4 ഗ്രൂപ്പുകൾ, അപ്പോൾ എത്ര കിട്ടും? 20 അല്ലേ? 4 ഗ്രൂപ്പ്സ് ഓഫ് 5 = 20. 4 ഗ്രൂപ്പ്സ് ഓഫ് 5 = 20. അപ്പോൾ 1 5 = 5, 2 5 = 10, 3 5 = 15 and 4 5 = 20. It is a multiplication table of 5. Then like this, how many stars are there in 7 circles with 5 stars in each? അങ്ങനെയാണെങ്കിൽ 7 സർക്കിളുകളിൽ ഉണ്ട്. അതിൽ ഓരോന്നിലും 5 എണ്ണം വീതമാണുള്ളത്. അപ്പോൾ ആകെ എത്ര സർക്കിൾസ് ഉണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 7 × 5 = 35 എന്ന് എഴുതി ചേർക്കാം. ആൻഡ് 10 സർക്കിൾസ്, അപ്പോൾ 10 എണ്ണത്തിൽ എത്ര എണ്ണം ഉണ്ടാവും? 10 × 5 = 50. ദെൻ ഡ്രോ സർക്കിൾസ് യൂസിങ് ബാംഗിൾസ്. യൂസ് വെജിറ്റബിൾ പ്രിൻറ്റിങ് ഫോർ സ്റ്റാർസ്. അതായത് ബാംഗിൾ യൂസ് ചെയ്തിട്ട് നിങ്ങളോട് എന്ത് ചെയ്യാണ്? ഇങ്ങനെ സർക്കിൾ വരച്ചതിന് ശേഷം വെജിറ്റബിൾ പ്രിൻറ്റിങ് സ്റ്റാർസ് നടത്താനാണ് പറഞ്ഞിട്ട്. എന്നിട്ട് എന്ത് ചെയ്യാം? 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, കംപ്ലീറ്റ് ദ ടേബിൾ. ഇനി നിങ്ങളോട് ആ ടേബിൾ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രൂപ്പ്സ് ഓഫ് 5 ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേബിൾ ഉണ്ട്, അത് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, 5, 1 × 5 = 5, 15 അല്ലേ? 10. നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് 5, 5കളുടെ ഗ്രൂപ്പ് ഓഫ് 5 ടോട്ടൽ. ആദ്യം 5കളുടെ ഒരു ഗ്രൂപ്പ്, 5ൻ്റെ ഒരു ഗ്രൂപ്പാണുള്ളത് അല്ലേ? ഒരു ഗ്രൂപ്പ് 5, 1 ഗ്രൂപ്പ് ഓഫ് 5 = 5. ദെൻ 2 ഗ്രൂപ്പ്സ് ഓഫ് 5, 5ൻ്റെ 2 ഗ്രൂപ്പ് 10, 2 × 5 = 10. Then 3 group of 5, 15. Then 4 groups,
4 into 5 equal 20. 4 5s are 20. Then 5 group 25. 5 groups of 5 equal 25. Then 6 equal 30. 6 into 5 equal 30. Then 7 35. 7 groups of 5 equal 35. Then 8 groups of 5 equal 40. Then 9 45. 9 groups of 5 equal 45. Then 10 groups of 5. 10 groups of 5 equal 50. All of you write in the multiplication table of 5 in your notebook. നോട്ട്ബുക്കിൽ എന്ത് ചെയ്യണം? ഈ 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതുക. ആദ്യം നമ്മൾ 2ൻ്റെ എഴുതി, പിന്നെ 5ൻ്റെ ടേബിൾ എഴുതുക, എന്നിട്ട് നന്നായിട്ട് പഠിക്കുക. എങ്ങനെ ചൊല്ലണം? 1 5s are 5, 2 5s are 10, 3 5s are 15, 4 5s are 20, 5 5s are 25, 6 5s are 30, 7 5s are 35, 8 5s are 40, 9 5s are 45 and 10 5s are 50. Okay, then next one, buying beads. They bought some things before going back. അങ്ങനെ അവർ തിരിച്ച് പോവാണ്. നോക്കൂ, ജോബി ബോട്ട് ബീഡ്സ് ടു ഡെക്കറേറ്റ് ഹിസ് സൈക്കിൾ. 6 packets of 10 each. അല്ലേ, ടൂറ് പോയിട്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ആണ് നമ്മൾ തിരിച്ചു പോരുക അല്ലേ. അങ്ങനെ ജോബി എന്ത് വാങ്ങിച്ചു? അവൻ്റെ സൈക്കിൾ ഡെക്കറേറ്റ് ചെയ്യാനുള്ള മുത്തുകൾ, ബീഡ്സുകളാണ് വാങ്ങിച്ചത്. 6 packets of 10 each. അങ്ങനെ 10 ബീഡ്സുകളുള്ള 6 പാക്കറ്റുകൾ വാങ്ങിച്ചു. ഹൗ മെനി ബീഡ്സ് ഡിഡ് ഹീ ഗെറ്റ് ഇൻ ഓൾ? അപ്പോൾ അവന് ആകെ എത്ര ബീഡ്സാണ് കിട്ടിയത് എന്നാണ് കണ്ടെത്തുക. നോക്കൂ, ജോബി ബോട്ട് ബീഡ്സ് ടു ഡെക്കറേറ്റ് ഹിസ് സൈക്കിൾ 6 packets of 10 each. 6 എണ്ണം വീതമുള്ള 10 ഗ്രൂപ്പുകളുള്ള 10 എണ്ണം വീതമുള്ള 6 പാക്കറ്റുകൾ വാങ്ങിച്ചു. അപ്പോൾ എങ്ങനെ എഴുതണം? 6 into 5 equal 60. അവൻ ആകെ എത്ര കിട്ടിയത്? 60. 6 into 10 equal 60. Then all of you write in this box 60. He put the beads in 8 wires with 5 each in a wire. How many beads are left? He put beads in 8 wires in 5 each in a wire. അതായത് അങ്ങനെ അവൻ എന്ത് ചെയ്തു? അവൻ്റെ കയ്യിലുള്ള ആ മുത്തുകളൊക്കെ അതിൻ്റെ ആ സൈക്കിളിൻ്റെ കമ്പിയുടെ മുകളിൽ ഇടുകയാണ്. ബീഡ്സ് ഇൻ 8 വയേഴ്സ്, 8 കമ്പികളിൽ വിത്ത് 5 ഈച്ച്, 5 എണ്ണം വീതം ഇട്ടു. ഹൗ മെനി ബീഡ്സ് ആർ ലെഫ്റ്റ്? ബാക്കി അവൻ്റെ കയ്യിൽ എത്ര എണ്ണമുണ്ട് എന്നാണ് കണ്ടെത്തേണ്ടത്. നോക്കൂ, 8 വയറുകളിലായിട്ട് 5 എണ്ണം വീതമാണ് ഇട്ടത്. അപ്പോൾ 8 into 5 equal 40. 40 ബീഡ്സുകളാണ് അവൻ ആ കമ്പികളിലിട്ടത്. ഹൗ മെനി ബീഡ്സ് ആർ ലെഫ്റ്റ്? ബാക്കി എത്ര ബീഡ്സുകൾ ഉണ്ട് എന്നാണ് ചോദിച്ചത്. അവൻ ആകെ എത്രയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്? 60 ആണ് വാങ്ങിച്ചത്. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? 20 എന്ന ആ ബോക്സിൻ്റെ ഉള്ളിൽ എല്ലാവരും എഴുതുക. ദെൻ വാട്ട് ഈസ് ദ ടൈം? ഇറ്റ്സ് നൗ 5 o'clock. ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട്. വി മസ്റ്റ് സ്റ്റാർട്ട് ബാക്ക് നൗ ടു റീച്ച് ഹോം ബിഫോർ ഡാർക്ക്. നമുക്കിപ്പോൾ തന്നെ യാത്ര തിരിക്കേണ്ടതായിട്ടുണ്ട്. സാറ് പറയാണ് യാത്ര തിരിക്കേണ്ടതായിട്ടുണ്ട്, ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് വീട്ടിലേക്ക് എത്തണം. ഈവനിങ് സോ സൂൺ. അപ്പോൾ
വൈകുന്നേരം ആവുന്നതിന് മുമ്പ് നമുക്ക് വീട്ടിലേക്ക് എത്തണം. അപ്പം നോക്കൂ, നമ്മൾ ആദ്യം ഈ ജേണി തുടങ്ങുമ്പോൾ സമയം 9 മണിയാണ് എന്ന് മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അത് രാവിലെയാണോ വൈകുന്നേരമാണോ എന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ യാത്ര അവസാനിക്കാറായപ്പോൾ സാറ് പറയുന്നു, നോക്കൂ, ഇറ്റ്സ് നൗ 5 o'clock. ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട്. വി മസ്റ്റ് സ്റ്റാർട്ട് ബാക്ക് നൗ. ഇപ്പോൾ നമുക്ക് യാത്ര തിരിക്കേണ്ടതുണ്ട്. ടു റീച്ച് ഹോം ബിഫോർ ഡാർക്ക്. ഇപ്പോൾ യാത്ര തുടർന്നിട്ടുണ്ടെങ്കിൽ തിരിക്കുകയാണെങ്കിൽ രാത്രിയാവുന്നതിന് മുമ്പ്, ഇരുട്ടാവുന്നതിന് മുമ്പ് നമുക്ക് വീട്ടിലേക്ക് എത്താം. വൈകുന്നേരം ആവുന്നതിന്. അപ്പോൾ നമ്മൾ യാത്ര തിരിച്ചത് 9 o'clock എന്ന് പറഞ്ഞത് എപ്പോഴായിരിക്കും? രാവിലെ ആയിരിക്കും അല്ലേ? ടെൽ ദ ടൈം. ഇനി ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തതിനനുസരിച്ച് ടൈം പറയാണ്. ക്ലാസ് കേട്ടാൽ അതിനനുസരിച്ച് ശ്രദ്ധിച്ചിരുന്നവർക്ക് അതിൻ്റെ ടൈം കറക്റ്റായിട്ട് എഴുതാൻ സാധിക്കും. സ്റ്റാർട്ടിങ് ഓഫ് ജേണി. ജേണി ആരംഭിച്ചത് എപ്പോഴാണ്? ജേണി ആരംഭിച്ചത് 9 o'clock. ഓൾ ഓഫ് യു റൈറ്റ് ഇൻ ദിസ് ബോക്സ് 9 o'clock. 9 മണിക്കാണ് ജേണി ആരംഭിച്ചത് അല്ലേ? ദെൻ ടീ ടൈം. ചായക്ക് വേണ്ടിയിട്ട് അവർ നിർത്തിയത് എപ്പോഴായിരുന്നു? 11 o'clock. 11 മണിക്കാണ് അവർ ചായക്ക് നിർത്തിയത്. ദെൻ അറ്റ് ദി സൂ. സൂവിലെത്തിയപ്പോൾ എത്രയായിരുന്നു സമയം? 12 o'clock അല്ലേ? 12 മണിയായിരുന്നു. ദെൻ അറ്റ് ദി പാർക്ക്. പാർക്കിലെത്തിയപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട് അല്ലേ? ദെൻ സ്റ്റാർട്ടിങ് ബാക്ക്. യാത്ര തിരിക്കുന്ന സമയം 5 o'clock. ടൂറൊക്കെ കഴിഞ്ഞ് അവരവിടെ നിന്ന് യാത്ര തിരിക്കുന്ന സമയം 5 മണിയാണ് അല്ലേ? ഓൾ ഓഫ് യു റൈറ്റ് ഇൻ ദിസ് ടൈം ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ. ദെൻ റൈറ്റ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ് യു ഡു ഈച്ച് ഡേ ആൻഡ് ദ യൂഷ്വൽ ടൈം ഓഫ് ഡൂയിങ് ദം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഡയറി എഴുതാനൊക്കെ ശീലിക്കുന്നവരായിരിക്കും അല്ലേ? ഡയറി എഴുതുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഇതുപോലെ ഇമ്പോർട്ടൻറ്റ് ടൈംസൊക്കെ നമ്മൾ എഴുതാറുണ്ട് അല്ലേ? ഓക്കെ, ലെറ്റ്സ് ഡു. ഹൗ മച്ച് ബാക്ക്? Nazia bought 3 pencils of 2 rupees each and 2 pens of 5 rupees each. She gave 50 rupees. How much would she get back? അങ്ങനെ തിരിച്ചു പോരുമ്പം നസിയ വാങ്ങിച്ചത് 3 pencils of 2 rupees each. 3 പെൻസിൽ വാങ്ങിച്ചു, ഓരോന്നിനും 2 രൂപ വീതം. ആൻഡ് 4 pencils of 5 rupees. 4 പെൻ, 4 പെന്നുകൾക്ക് 5 രൂപയും. ഷീ ഗേവ് 50 rupees. അവൾ എത്ര രൂപയാണ് കൊടുത്തത്? 50 രൂപയാണ് കൊടുത്തത്. ഹൗ മച്ച് വുഡ് ഷീ ഗെറ്റ് ബാക്ക്? അപ്പോൾ എത്ര രൂപ അവൾക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ടാവും എന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം, ഇത്രയും കാലം മാത്സിൽ ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് 3 pencils of 2 each എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആൻസർ കണ്ടെത്താൻ വേണ്ടി 3 + 3 2 രൂപയാണ് ഒരു പെൻസിലിന് അല്ലേ? 2 രൂപയാണ് ഒരു പെൻസിലിന്. അങ്ങനെ 3 പെൻസിൽ വാങ്ങിച്ചു. അങ്ങനെ 6 രൂപ പെൻസിലിന് കൊടുത്തിട്ടുണ്ടാവും എന്നാണ് കണ്ടെത്തിയത്. ഇനി മുതൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? 2 + 2 + 2 = 6 എന്നത് എഴുതുന്നതിന് പകരം എന്തെഴുതണം? 3 പെൻസിലാണ് വാങ്ങിച്ചത്. ഒരു പെൻസിലിൻ്റെ വില 2 രൂപ അല്ലേ? 3 pencils of 2 each = 6 എന്ന് എഴുതണം. അപ്പോൾ 3 പെൻസിലിന് 2 രൂപ വെച്ചിട്ട് 6 രൂപയായി. അതുപോലെ 4 പേന വാങ്ങിച്ചു. 4 പേന വാങ്ങിച്ചു. ഒരു പേനയുടെ വില 5 രൂപ. അപ്പോൾ 4 × 5 = 20. അപ്പോൾ ടോട്ടൽ അവൾക്ക് വന്നത് എത്ര രൂപയാണ്? 20യും 6ഉം കൂടി ആഡ് ചെയ്താൽ 26 കിട്ടും അല്ലേ? 26 rupees അവൾക്ക് ടോട്ടൽ ആയത്. അവൾ 50 രൂപയാണ് കടക്കാരന് കൊടുത്തത്. ഹൗ മച്ച് വുഡ് ഷീ ഗെറ്റ് ബാക്ക്? അവൾക്ക് എത്ര രൂപ അദ്ദേഹം തിരിച്ചു കൊടുക്കണം എന്ന് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ 50യിൽ നിന്നും 26 മൈനസ് ചെയ്യും. ഓക്കെ. ദെൻ ഹിയർ 10 4 24 rupees കടക്കാരൻ അവൾക്ക് തിരിച്ചു കൊടുക്കണം. ഓക്കെ. All of you write in this question in your notebook and write the answer.
Then, is it enough? Jafir bought a toy of 35 rupees, three pencils of 5 rupees each and 3 balls of 10 rupees each. He has 100 rupees with him. Is it enough to buy these? ജാഫിർ എന്ത് ചെയ്തു? 35 രൂപയ്ക്കാണ് ടോയ്സ് വാങ്ങിച്ചത്. കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചത് 35 രൂപയ്ക്കാണ്. 35 രൂപയ്ക്ക് കളിപ്പാട്ടങ്ങളും 3 pencils of 5 rupees, 3 പെൻസിൽ, 5 രൂപ വിലയുള്ള 3 പെൻസിലും ആൻഡ് 3 balls of 10 rupees each, 10 രൂപ വിലയുള്ള 3 ബോളുകളും വാങ്ങിച്ചു. ഹി ഹാസ് 100 rupees വിത്ത് ഹിം, അവൻ്റെ കയ്യിൽ 100 റുപ്പിയാണ് ഉള്ളത്. ഈസ് ഇറ്റ് ഇനഫ് ടു ബൈ ദീസ്? ഈ 100 റുപ്പീസിന് അവൻ ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ വാങ്ങാൻ തികയുമോ എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഓരോന്നിൻ്റെയും വില ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര വരും എന്ന് ആദ്യം നമ്മൾ കണ്ടെത്തണം. നോക്കൂ, 35 റുപ്പീസിന് ടോയ്സ് വാങ്ങിച്ചു. ടോയ്സ് 35 റുപ്പീസിനാണ് വാങ്ങിച്ചത്. ദെൻ 3 pencils of 5 rupees each, പെൻസിലുകൾ എത്രണ്ണം വാങ്ങിച്ചു? 3 pencils വാങ്ങിച്ചു. ഓരോന്നിനും 5 രൂപയാണ്. അപ്പോൾ 3 × 5 = 15 റുപ്പീസായി. ഓക്കെ. ദെൻ ബോള് വാങ്ങിച്ചത് 3 ബോൾ വാങ്ങിച്ചു. ഒരു ബോളിൻ്റെ വില 10 രൂപ. അപ്പോൾ 3 × 10 = 30 റുപ്പീസ്. 3 പത്തുകൾ ചേർന്നാൽ 30, അല്ലെങ്കിൽ അല്ലേ 10 times of 3, അല്ലെങ്കിൽ 3 times of 10. നെക്സ്റ്റ്, ഹി ഹാസ് 100 റുപ്പി, അവൻ്റെ കയ്യിൽ 100 റുപ്പിയാണുള്ളത്. ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ തികയോ എന്നാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത്. അപ്പോൾ ടോട്ടൽ ക്യാഷ് എത്രയാണ് നമുക്ക് കണ്ടെത്തണം. ടോട്ടൽ 35 + 15 + 30, ഈ 3 എണ്ണം കൂടി ആഡ് ചെയ്ത് നോക്കണം അല്ലേ. 35 + 15 + 30, ദെൻ 5 + 5 10 അല്ലേ. 10 + 0 0, 10. അപ്പോൾ നമ്മൾ 0 എഴുതി, ബാലൻസ് 1 അല്ലേ. 1 + 3 4, 5 + 3 8, 80 റുപ്പീസാണ് ആകെ വന്നത്. ഹി ഹാസ് 100 rupees വിത്ത് ഹിം, അവൻ്റെ കയ്യിൽ എത്ര രൂപയാണുള്ളത്? 100 rupees, 100 രൂപയാണുള്ളത് അല്ലേ. ഈസ് ഇറ്റ് ഇനഫ് ടു ബൈ ദീസ്? ഇനി ഇത് മതിയാവോ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 80 രൂപയാണ് സാധനങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ എന്താണ് അവൻ്റെ കയ്യിലുള്ള കാശ് മതിയായിരിക്കും അല്ലേ. ദെൻ ഹൗ മച്ച്? റാഷിദ് ബോട്ട് 10 balloons of 2 rupees each. ദിൽന ബോട്ട് 2 bangles of 10 rupees each. ഹൗ മച്ച് ഡിഡ് ഈച്ച് സ്പെൻഡ്? റാഷിദ് 10 ബലൂണുകൾ 10 ബലൂണുകൾ വാങ്ങിച്ചു. ഓരോന്നിനും 2 രൂപ. ബലൂണിൻ്റെ വില 10 ബലൂണ് 2 രൂപ വെച്ചിട്ട് 20 റുപ്പീസ്. ദെൻ ദിൽന ബോട്ട് 2 bangles of 10 rupees each. ബാങ്കിൾ വാങ്ങിച്ചത് 2 ബാങ്കിളാണ് വാങ്ങിച്ചത്. ഒരു ബാങ്കിളിന് 10 രൂപ, ആൾസോ 20 റുപ്പീസ്. അപ്പോൾ ഹൗ മച്ച് ഡിഡ് ഈച്ച് സ്പെൻഡ്? അപ്പോൾ ഓരോന്നിനും എത്ര രൂപ ചിലവാക്കിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തുന്നത്. ബലൂണിനും 20 റുപ്പീസ് ചിലവാക്കി, ആൻഡ് ബാങ്കിളിനും 20 റുപ്പീസാണ് അവൾ ചിലവാക്കിയത്. ടോട്ടൽ 40 റുപ്പീസ് അവൾക്ക് വേണ്ടി വന്നു. ഓക്കെ. ദെൻ ഡ്രോ ബീഡ്സ്. Draw the beads to show the answer as shown. Listen.
draw beads. Three into two, 2 into 5, 2 into 2, 4 into 2, 1 into 5, 5 into 2. ഇതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ബീഡ്സ് വരച്ച് കൊടുക്കണം. വൺ എക്സാമ്പിൾ, 2 ബീഡ്സുകൾ വീതം 2 ഗ്രൂപ്പ്. ഇനി ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ബീഡ്സുകൾ വരച്ചു കൊടുക്കുകയാണ് വേണ്ടത്. 2 ഗ്രൂപ്പ് ഉണ്ട്, 2 ബീഡ്സുകൾ വീതം. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും? 3 ഗ്രൂപ്പ്സ് ഉണ്ട്, ഓരോ ഗ്രൂപ്പിലും 2 എണ്ണം വീതം. 1 ഗ്രൂപ്പ്, ദെൻ 2 ഗ്രൂപ്പ്, 3 ഗ്രൂപ്പ്. All of you complete this circle. നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ടീച്ചർ പറഞ്ഞു തന്ന അതേ രീതിയിലൊക്കെ ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ പഠിച്ചു അല്ലേ? 2-ൻ്റെ പഠിച്ചു, 5-ൻ്റെ പഠിച്ചു. ആ രീതിയിൽ എന്ത് ചെയ്യണം? ഗ്രൂപ്പ് ആക്കാനൊക്കെ നമുക്കറിയാം. നിങ്ങൾ ഇതുപോലെ ബീഡ്സ് വരച്ച് കൊടുത്തിട്ട് ഈ ബോക്സുകളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ എൻജോയ് സിംഗിങ്. ഇതിലൊരു സോങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്, നോക്കൂ. എ flock of birds on this tree, there are in pairs, can you see? അതായത് നമ്മളിപ്പോൾ പെയറാക്കി പഠിച്ചു. ഒരു പെയർ എന്ന് പറഞ്ഞാൽ ജോഡി അല്ലേ? 2 എണ്ണം ഉണ്ടാവും അതിൽ. ഓൺ ദിസ് ബ്രാഞ്ച് എ സിംഗിൾ പെയർ, 2 little ones look up there. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചതിനനുസരിച്ചുള്ള ഒരു സോങ് അല്ലേ? 1 into 2 equal to 2. Then on this branch 2 pairs. ഒരു കൊമ്പിൽ എന്താണ്? 2 പെയേഴ്സുകളുണ്ട്. 4 in all. ടോട്ടൽ എത്ര ഉണ്ട്? 4 എണ്ണം. കൗണ്ടിങ് എ ന്യൂ. അപ്പോൾ 2 into 2 equal to 4 or 2 2s are 4. Then on this branch pairs 3. ഒരു ബ്രാഞ്ചിൽ 3 പെയറുകളുണ്ട്, അതായത് 3 ജോഡികളുണ്ട്. ഓരോന്നിലും 2 എണ്ണം വീതം. അപ്പോൾ മൊത്തം എത്ര എണ്ണം ഉണ്ട്? 6 in all. ദെൻ അങ്ങനെ ആ സോങ്ങൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കി ചൊല്ലി നോക്കുക. അങ്ങനെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ ടേബിള് 2ാം ക്ലാസ്സിൽ തന്നെ എല്ലാവരും മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ നന്നായി പഠിച്ച് നല്ല കുട്ടികളായിട്ടിരിക്കുക. ഓക്കെ, ടുഡേയ്സ് ക്ലാസ് ഈസ് ഓവർ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.